ഹായ് ഓൾ, ഇന്ന് ജൂലൈ 1 അപ്പോൾ എന്താണ് മാർക്കറ്റ് ബിഹേവ് ചെയ്തത് നമുക്ക് നോക്കാം. നമുക്ക് നിഫ്റ്റിയിലേക്ക് പോകുന്ന സമയത്ത് നിഫ്റ്റിയിൽ ഇന്ന് ഓൾമോസ്റ്റ് ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ്. നമ്മൾ ഇന്നലെ പ്രതീക്ഷ പോലെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് മാർക്കറ്റിൽ വന്നില്ല. വളരെ ഫ്ലാറ്റ് ആയ മാർക്കറ്റ് ഓപ്പണിംഗ് ആണ്. ബട്ട് മേലോട്ട് തന്നെയാണ് മാർക്കറ്റ് മൂവ് ചെയ്തത്. ടുവേർഡ്സ് അപ്സൈഡ് തന്നെ മൂവ് ചെയ്തു. 24,000 മുകളിലാണ് ഓൾമോസ്റ്റ് ഹാഫ് ഡേയും ട്രേഡ് ചെയ്ത്. ഓൾമോസ്റ്റ് ഒരു 10 o'clock കഴിഞ്ഞപ്പോൾ തന്നെ 24,000 മുകളിൽ ട്രേഡ് ചെയ്തു. അത് കഴിഞ്ഞ് ഓൾമോസ്റ്റ് ക്ലോസിംഗ് ബേസിസിൽ വരുന്ന സമയത്ത് 24 ബിലോ ഒന്ന് ക്ലോസ് ചെയ്തു. അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പം പ്രീവിയസ്ലി ഉണ്ടായിരുന്ന ഒരു സൈക്കോളജിക് ലെവലാണ് 24,000 എന്ന് പറഞ്ഞാൽ ആ ഒരു റെസിസ്റ്റൻസ് ആക്ട് ചെയ്തു. മാർക്കറ്റ് അവിടെ നിന്ന് ചെറുതായിട്ടൊന്ന് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. ഇത് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് നല്ല രീതിയിൽ മൂവ് ചെയ്യാണ്. ഓൾമോസ്റ്റ് 24,000 നെക്സ്റ്റ് ലെവലായ 24,200 മാർക്കറ്റ് മൂവ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. ടുവേർഡ്സ് അപ്സൈഡ് തന്നെയാണ്, ബുള്ളിഷ് തന്നെയാണ് മാർക്കറ്റിലുള്ളത്. അപ്പോൾ ബുള്ളിഷിലേക്കുള്ള മാർക്കറ്റ് മൂവ്മെന്റ് ആണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ കറന്റ്ലി നോക്കുന്ന സമയത്ത് ഈവൻ OIന്റെ ഡാറ്റാസ് നോക്കുന്ന സമയത്തും പുട്ട് സൈഡാണ് ഏറ്റവും കൂടുതൽ OI ബിൽഡപ്പ് നടന്നത്. 4.2 crores ആണ് ബിൽഡപ്പ് പുട്ട് സൈഡ് ബിൽഡപ്പ് ചെയ്തിരിക്കുന്നത്. അതേപോലെ കോൾ സൈഡ് ആണെങ്കിൽ പകുതി മാത്രമേ കോൾ സൈഡ് ബിൽഡ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അപ്പം മാർക്കറ്റ് മേഖലകളിലേക്ക് സപ്പോർട്ട് എടുത്ത് മേലോട്ട് പോകാനുള്ള ചാൻസസ് ആണ് കൂടുതലായിട്ട് ഉള്ളത്. അതേപോലെ ബാങ്ക് നിഫ്റ്റി ആണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഓൾമോസ്റ്റ് ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ്. ബട്ട് നമ്മൾ പ്രതീക്ഷ പോലെ തന്നെ മാർക്കറ്റ് ടുവേർഡ്സ് അപ്സൈഡ് ആണ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, ടുവേർഡ്സ് അപ്സൈഡ് ആണ് മൂവ് ചെയ്യുന്നത്. ഇപ്പം കറന്റ്ലി ഇന്നലെ പറഞ്ഞ അതേ ലെവൽ 58,700 തന്നെയാണ് നിയർ ബൈ ഉള്ള റെസിസ്റ്റൻസ് ലെവലായിട്ടുള്ളത്. അതേപോലെ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നത് 57,100 എന്ന് പറഞ്ഞ ലെവലും. അതേപോലെ നമുക്ക് ബ്രോഡർ മാർക്കറ്റിലേക്ക് നോക്കുന്ന സമയത്ത് ബ്രോഡർ മാർക്കറ്റാണ് കുറച്ചും കൂടി ഇന്ന് പെർഫോം ചെയ്തതെന്ന് തന്നെ പറയാം. ബട്ട് മാർക്കറ്റിൽ നോക്കുന്ന സമയത്ത് ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് തന്നു. മാർക്കറ്റ് അവിടെ തന്നെ ഒന്ന് സസ്റ്റെയിൻ ചെയ്തു. മാർക്കറ്റ് താഴോട്ട് വന്നും പോലുമില്ല. ബട്ട് അവിടെ തന്നെ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുകയാണ് ചെയ്തത്. ഓൾമോസ്റ്റ് 23,000 ആ റേഞ്ചാണ് നിയർ ബൈ ഉള്ള റെസിസ്റ്റൻസ് ലെവലായിട്ടുള്ളത്. അതേപോലെ ഇന്നലെ സംസാരിച്ച് 22,550 ആണ് ഒരു സപ്പോർട്ടായിട്ട് മിഡ് ക്യാപ്പിൽ ആക്ട് ചെയ്യുന്നുള്ളത്. നേരെ സ്മോൾ ക്യാപ്പിലേക്ക് വരുന്ന സമയത്ത് സ്മോൾ ക്യാപ്പ് ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് മാർക്കറ്റിൽ സംഭവിച്ച്. ആ ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്ത് ഓൾമോസ്റ്റ് ഒരു ന്യൂട്രൽ ഫീസ് തന്നെയായിരുന്നു. മാർക്കറ്റ് മേലോട്ടും മൂവ് ചെയ്തില്ല, താഴോട്ടും മൂവ് ചെയ്തില്ല. ആ ഒരു ഏരിയ തന്നെ മാർക്കറ്റ് മോർണിംഗ് തൊട്ട് കൺസോൾട്ടേറ്റ് ചെയ്യുക. ഓൾമോസ്റ്റ് പറയുകയാണെങ്കിൽ ഫസ്റ്റ് 15 minute ക്യാൻഡിന്റെ ഉള്ളിൽ തന്നെയായിരുന്നു ഫുൾ ഡേ ട്രേഡിങ് നടന്നതെന്ന് തന്നെ പറയാം. ഓക്കെ, അപ്പം സ്മോൾ ക്യാപ്പ് നോക്കുവാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 0.4% കയറിയിട്ടുണ്ട്. പക്ഷേ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് മാർക്കറ്റിൽ വന്നത്. ആ ഒരു രീതിയിൽ തന്നെയാണ് മാർക്കറ്റ് ട്രേഡ് ചെയ്തത്. അപ്പം നിയർ ബൈ ഉള്ള സപ്പോർട്ട് എന്ന് പറയുന്നത് 17,550 ആണ്. അതേപോലെ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് ഈ ഒരു റേഞ്ച് ആണ്. ഓക്കെ, ഈ ഒരു റേഞ്ച് 17,950 എന്ന് പറഞ്ഞ റേഞ്ചാണ് നിയർ ബൈ ഉള്ള റെസിസ്റ്റൻസ് ലെവലാണ്, ഇല്ലെങ്കിൽ അടിയിലെന്ന് പറയുന്നത്. ഇന്ന് മാർക്കറ്റിൽ പെർഫോം ചെയ്ത 2-3 സെക്ടേഴ്സ് നമുക്ക് നോക്കാം. ഒന്ന് റിയാലിറ്റി ആണ്. റിയാലിറ്റി ഓൾമോസ്റ്റ് 3.5% ആണ് മാർക്കറ്റ് മൂവ് ചെയ്തത്. മാർക്കറ്റ് ഓപ്പൺ ചെയ്തു, ഒരു ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തു. നല്ല രീതിയിൽ മാർക്കറ്റ് മേലോട്ട് മൂവ് ചെയ്യുന്നു. അപ്പം നിങ്ങൾക്ക് തന്നെ കാണാൻ സാധിക്കും നല്ലൊരു അപ്പിഷ് മൂവിങ്, ഇല്ലെങ്കിൽ നല്ലൊരു ബുള്ളിഷ് മൂവ്മെന്റ് ആണ്. നല്ലൊരു മൊമെന്റത്തോടു കൂടിയാണ് ഇന്ന് റിയാലിറ്റി പെർഫോം ചെയ്തിരിക്കുന്നത്. ഓക്കെ, പിന്നെ FMCGയും അതിൻ്റെ കൂടെ ഇന്ന് കണ്ടിന്യൂ ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത്. ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ഓപ്പണിംഗ് തന്നു. മാർക്കറ്റ് സഡനായിട്ട് ടുവേർഡ്സ് റെസിസ്റ്റൻസ് ലെവലിലേക്ക് മൂവ് ചെയ്തു. വളരെ നല്ലൊരു ക്യാൻഡിലാണ് വിത്തിൻ ഫസ്റ്റ് 15 മിനിറ്റിൽ, ഫസ്റ്റ് 15 മിനിറ്റിൽ, അല്ലെങ്കിൽ ഫസ്റ്റ് ഹാഫ് ആൻ അവറിൽ മാർക്കറ്റിൽ സംഭവിച്ചത് ഇൻ നിഫ്റ്റി FMCGയിൽ. അപ്പം ഓൾമോസ്റ്റ് 2% ആണ് FMCG മൂവ് ചെയ്തിരിക്കുന്നത്. അതേപോലെ ഇന്ന് നിഫ്റ്റി ഇത്രയും മാർക്കറ്റ് മേലോട്ട് പോയി എങ്കിലും മാർക്കറ്റിൽ വലിയൊരു മൂവ്മെൻറ്റും 24,000 മുകളിൽ അധികം വലിയ സസ്റ്റെയിൻ ചെയ്യാത്തതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ IT സെക്ടറാണ്. IT സെക്ടർ ഇന്നും താഴോട്ട് തന്നെയാണ് മൂവ് ചെയ്തിരിക്കുന്നത്. ഓൾമോസ്റ്റ് ഫ്ലാറ്റായിട്ട് ഓപ്പൺ ചെയ്തു. അവിടെ നിന്ന് പിന്നെയും ഓൾമോസ്റ്റ് ഒരു 2%ഓളം താഴോട്ട് വരുന്നതാണ് കണ്ടത്. ഓൾമോസ്റ്റ് IT ഇപ്പോഴും നല്ല രീതിയിൽ വീക്കായിട്ട് കാണപ്പെടുന്നു. അപ്പോൾ നോക്കുന്ന സമയത്ത് പ്രീവിയസ്ലി ഒരു ലോങ് ടൈം സപ്പോർട്ട് മാർക്കറ്റ് ബ്രേക്ക് ചെയ്തിട്ടാണ് ഇപ്പോൾ കറൻ്റ്ലി നിൽക്കുന്നത്. അപ്പോൾ ലോങ് ടൈം സപ്പോർട്ടായ 56,000
ആണ് 56,000 അതിൻ്റെ താഴെയാണ് ഇപ്പോഴത്തെ കറൻറ്റ് മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്നത്. ഇപ്പം നിയർ ബൈ ഒരു സപ്പോർട്ട് കാണുന്നുണ്ട് സംവെയർ അറൗണ്ട് 24,100 ഇല്ലെങ്കിൽ 24,000 അവിടം വരെ ഓൾമോസ്റ്റ് ഇനി ഒരു 1,000 പോയിന്റ്സും കൂടെ മാർക്കറ്റ് താഴോട്ട് വരാനുള്ള ചാൻസസ് ആണ് നിഫ്റ്റി ഐ-ടിയിൽ കാണുന്നത്. ഓക്കെ, അപ്പം നിഫ്റ്റി അതിനനുസരിച്ചായിരിക്കും നിഫ്റ്റീൻ്റെ പെർഫോമൻസ് ഉണ്ടാവുക. ഐ-ടി ആണ് മേജർലി ഇപ്പോൾ ട്രാക്ക് ചെയ്യുന്നത്. ആക്ച്വലി നിഫ്റ്റീനെ മേലോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഐ-ടി അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഇത് രണ്ടും ഓൾമോസ്റ്റ് നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിഫ്റ്റി മേലോട്ട് മൂവ് ചെയ്യുള്ളൂ. അപ്പം നിഫ്റ്റി ഐ-ടി ആണ് ഇപ്പം മെയിൻലി വില്ലനായിട്ടുള്ളത്. അപ്പം നിഫ്റ്റി ഐ-ടിയും കൂടെ ഒന്ന് സപ്പോർട്ട് തരുവാണെങ്കിലും ഇല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് മൂവ് ചെയ്യാതിരിക്കുകയാണെങ്കിൽ പോലും ഈവൻ നിഫ്റ്റി മേലോട്ട് പോകാനുള്ള ചാൻസസ് കാണുന്നുണ്ട്. അപ്പം നിഫ്റ്റി ഐ-ടി ആണ് ഇപ്പോഴത്തെ കറൻ്റ്ലി മാർക്കറ്റ് മേലോട്ട് മൂവ് ചെയ്യുക അല്ലെങ്കിൽ മൊമെൻറ്റം മേലോട്ട് തരാൻ ഇരിക്കുന്ന മെയിൻ കാരണം എന്ന് പറയുന്നത് നിഫ്റ്റി ഐ-ടി ആണ്. ഓക്കെ അപ്പം നമുക്ക് നാളെ നോക്കാം എന്തായിരിക്കും മാർക്കറ്റിൻ്റെ ബിഹേവിയർ. ഈ ഒരു 24,200 ലെവൽ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് പുതിയ ലെവൽസിലേക്ക് മാർക്കറ്റ് പോവുമോ, അഥവാ ഈ ഒരു ഏരിയയിൽ തന്നെ മാർക്കറ്റ് കൺസോളിഡേറ്റ് ചെയ്യുക. ലാസ്റ്റ് ഒരു 2-3 വീക്സ് ആയിട്ട് ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിലാണ് 24,200 അല്ലെങ്കിൽ 23,800 റേഞ്ചിലെ ഒരു 400 പോയിന്റ്സിൻ്റെ റേഞ്ചിൻ്റെ ഉള്ളിലാണ് ലാസ്റ്റ് ഒരു 2 വീക്സ് ആയിട്ട് മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് പുതിയ ഹൈസിലേക്ക് പോകുമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, താങ്ക് യു.